ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിന് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 5 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇത് അരച്ചെടുക്കാനുള്ള 2-3 ടീസ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് നമുക്ക് ഫിഷിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഫിഷെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള അരപ്പ് ഫിഷിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് 2 സൈഡും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഫുൾ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിനുള്ളതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് എക്സ്ട്രാ 4-5 ഫിഷ് കൂടി ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഫിഷ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കറി ലീവ്സ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടി കൂടുന്നതാണ്. ഞാനിവിടെ കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തീ കുറച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള ഫിഷ് ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.